അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ അവിഹിത ബന്ധങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി സഹോദരി സഹോദരന്മാർ നമുക്കിടയിലുണ്ട്. ഭാര്യയ്ക്ക് അവിഹിതം അല്ലെങ്കിൽ ഭർത്താവിന് അവിഹിതം, അന്യ സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ അന്യ പുരുഷനുമായിട്ടുള്ള ബന്ധങ്ങൾ, മൊബൈൽ ചാറ്റിംഗ്, മൊബൈൽ കോളിംഗ്, അങ്ങനെ വഴിവിട്ട ബന്ധങ്ങൾ തൻ്റെ ഇണക്കുണ്ടാക്കുന്നത് നമുക്ക് വളരെ അധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നറിയാം. അപ്പം അതിനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ അവിഹിത ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വളരെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഭർത്താക്കന്മാർക്കിടയിൽ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരിലൊക്കെ പ്രത്യേകിച്ച് കാണുന്നുണ്ട് പല സ്ത്രീകളുമായിട്ടുള്ള വഴിവട്ട ബന്ധങ്ങൾ. ഭർത്താക്കന്മാരിൽ മാത്രമല്ല ഭാര്യമാരിലായിക്കോട്ടെ ഇന്ന് ഇപ്പോൾ ഈ അവിഹിത ബന്ധം വളരെയധികം കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാം. ഇത് വെറും താൽക്കാലികമായിട്ടുള്ള ഒന്നാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല. ഇതൊരിക്കലും ശാശ്വതമല്ല എന്നത് അവർ മനസ്സിലാക്കുന്നില്ല. പല രീതിയിലുള്ള വഴിവട്ട ബന്ധങ്ങൾ നമുക്കിപ്പോൾ ഇന്നത്തെ ഈ കാലത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ദുനിയാവിലായിക്കോട്ടെ നാളെ ആഖിറത്തിലായിക്കോട്ടെ ഇത് എത്രത്തോളം അവരെ ബാധിക്കും എന്നത് അവർ ഇപ്പോഴും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ തൻ്റെ ഇണ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അവിഹിത ബന്ധം പൂർണ്ണമായിട്ടും മാറ്റാൻ, നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കാൻ, നിങ്ങളുടെ ദാമ്പത്യം വീണ്ടും സന്തോഷപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇഖ്ലാസോടുകൂടെ നല്ലൊരു പോസിറ്റീവ് മൈൻഡിൽ ചെയ്യുക, ഹൃദയശുദ്ധിയോട് കൂടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് എന്താണ് അത് എന്ന് നോക്കാം. ഇതാണ് ആ മാർഗം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ ആയത്ത്. സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ ആയത്ത്. ഇത് വളരെ ഇഖ്ലാസോട് കൂടിയിട്ട് പോസിറ്റീവ് മൈൻഡിൽ, അതായത് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു സംശയപ്പുറത്താകരുത്, എനിക്കിതിന് ഫലം കിട്ടും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടെ 141 തവണ അല്ലെങ്കിൽ 111 തവണ, 141 തവണയാണ് ഉത്തമം. ഇനി അതിന് സാധിക്കാത്തവർ 111 തവണയെങ്കിലും ഊതിയതിനു ശേഷം ഭർത്താവിൻ്റെ ഭക്ഷണത്തിൽ മന്ത്രിച്ചൂതി കൊടുക്കുക. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏതും ആകാം. അപ്പോൾ നമ്മുടെ ചോറും കറികളും അങ്ങനെ ആകാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആകാം, വെള്ളമാകാം, എന്തെങ്കിലും ഫുഡിൽ ഇത് മന്ത്രിച്ചൂതിയിട്ട് കൊടുക്കുക. 11 ദിവസം തുടർച്ചയായിട്ട് ഇത് ഭർത്താവിൻ്റെ ഭക്ഷണത്തിൽ ഊതി കൊടുക്കണം. 11 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഊതുമ്പോൾ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് വേണം ഊതാൻ. ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് വേണം ഊതാൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇണകളുടെ എല്ലാ വഴിവിട്ട ബന്ധങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ നൽകട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.